വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാലവർഷക്കാലത്ത് പടർന്നു പിടിക്കുന്ന രോഗങ്ങളെ ചെറുക്കാൻ വ്യക്തി ശുചിത്വത്തിന് പ്രാധാന്യം നൽകണമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി കെ ബഷീർ. മലപ്പുറം ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി എന്ന നിലയിൽ മഴക്കാല മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി വിളിച്ചു ചേർത്ത വിവിധ വകുപ്പുകളുടെ യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. പട്ടാപ്പകൽ മസ്ജിദിൽ വൻ കവർച്ച. മലപ്പുറം തിരുനാവായ സലഫി മസ്ജിദിലാണ് സംഭവം. ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന 3.25 ലക്ഷം രൂപ കവർന്നു. മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് യോഗം ചേർന്നു. നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ജനപ്രതിനിധികൾ, വിവിധ സ്കൂളുകൾ, കോളേജുകൾ, സന്നദ്ധ സംഘടനകൾ, കുടുംബശ്രീ, ഉന്നതികളിലെ പ്രൊമോട്ടർമാർ തുടങ്ങിയവരെ വിളിച്ചു ചേർത്താണ് വിപുലമായ യോഗം സംഘടിപ്പിച്ചത്. ലഹരി വ്യാപനം തടയുന്നതിനായി സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കി വരുന്ന ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നിരവധി മയക്കുമരുന്ന് കേസുകളിൽ ഉൾപ്പെട്ട മമ്പാട് ഓടായിക്കൽ സ്വദേശി മേത്തലയിൽ സുഹൈബിനെ കാപ്പ ചുമത്തി 6 മാസത്തേക്ക് ജയിലിൽ അടച്ചു. മമ്പാട് പഞ്ചായത്തിലെ നെടുഞ്ചേരി മലവാരത്തിൽ പരുന്തൻ മലയിൽ വിള്ളൽ. മമ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷമീന കാഞ്ഞിരാലയുടെ നേതൃത്വത്തിൽ പരുന്തൻ മല സന്ദർശിച്ചു. വാർത്തകൾ വിശദമായി. കാലവർഷക്കാലത്ത് പടർന്നു പിടിക്കുന്ന രോഗങ്ങളെ ചെറുക്കാൻ വ്യക്തിശുചിത്വത്തിന് പ്രാധാന്യം നൽകണമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി കെ ബഷീർ. മലപ്പുറം ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി എന്ന നിലയിൽ മഴക്കാല മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി വിളിച്ചു ചേർത്ത വിവിധ വകുപ്പുകളുടെ യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ചില സ്ഥലങ്ങളിലൊക്കെ ഈ പ്രൈവറ്റ് പാർട്ടീസ് മരം മുറിക്കാത്ത കേസുകളുണ്ട്. അത് കലക്ടറോട് അത് മോണിറ്റർ ചെയ്തിട്ട് അതിന് വേണ്ട നടപടി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഗവൺമെൻറ് സ്ഥലത്തിലെ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ മുറിക്കാതെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഉണ്ട്, സുസജ്ജമാണ്. അവർ 32 കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഉണ്ട്, ഒരു ക്ലാരി ഉണ്ട്, അവർ വന്നിട്ടുണ്ട്. അവർ എൻ്റെ ദിവസന്മാർ എന്തുകൊണ്ട് മീറ്റിങ്ങിന് വന്നിരുന്നു, അവർ ക്ലിയറാണ്. തൊട്ടടുത്ത് ഇപ്പോൾ കോഴിക്കോട് നിന്ന് ഇപ്പോൾ വന്നപ്പം അത് വായക്കാടിൻ്റെ ഒരാൾക്കാട് കോടാൻ കാര്യം ഉണ്ടായതുകൊണ്ട് വളരെ വിജിലൻ്റാണ്. എല്ലാ സെറ്റപ്പും ഉണ്ട്. മെഡിക്കൽ കോളേജിലൊക്കെ എല്ലാ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നാമത് എന്താ വെച്ചാൽ ഈ വെള്ളം കെട്ടിക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ, പിന്നെ സാധനങ്ങൾ, ഈ പുതിയ ഇത് ആരോഗ്യവകുപ്പ് പറയുന്നത് എന്താ വെച്ചാൽ മഴക്കാലം വരുമ്പോൾ കൊതു കെട്ടി കിടന്നിട്ട് 300 മുതൽ 600, 700 മീറ്റർ വരെ ദൂരത്തിൽ കൊതു പറക്കും. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഉണ്ടാകുന്നത്. പക്ഷെ അവിടെ നമുക്ക് മറ്റേ വലിയൊരു അപകടം ഒന്നുമില്ല. ഒക്കെ പിന്നെ പ്രശ്നം മഞ്ഞപ്പിത്താണ്. അതും ഒരു 16 ആൾക്കാർക്കാണ് മഞ്ഞപ്പിത്തം ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അത് വലിയൊരു അപകടകരമായ അവസ്ഥയിലുണ്ട്. ജില്ല കാലവർഷത്തെ നേരിടുവാൻ സുസജ്ജമാണെന്നും ജില്ലയുടെ സമഗ്ര പുരോഗതിക്കായുള്ള എല്ലാ പിന്തുണയും നൽകുമെന്നും മന്ത്രി അറിയിച്ചു. ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ADM CS രാജേഷ്, ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ, സബ് കളക്ടർമാരായ ദിലീപ് കൈനിക്കര, സാക്ഷി മോഹൻ, ദുരിത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ ജയശ്രീ S വാര്യർ, വിവിധ ജില്ലാതല ഉദ്യോഗസ്ഥർ, തഹസിൽദാർമാർ, മുനിസിപ്പൽ സെക്രട്ടറിമാർ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. മഴക്കാലത്ത് അതീവ ജാഗ്രത പുലർത്തേണ്ട തീരദേശ മേഖലകൾ, മത്സ്യത്തൊഴിലാളികൾക്കുള്ള സുരക്ഷാ സംവിധാനങ്ങൾ, മലയോര മേഖലകളിലെ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ള മുൻകരുതലുകൾ മന്ത്രി യോഗത്തിൽ പ്രത്യേകം അവലോകനം ചെയ്തു. മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ, ഓടകൾ വൃത്തിയാക്കൽ എന്നിവയിലുള്ള പുരോഗതി മന്ത്രി ആരാഞ്ഞു. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, കൺട്രോൾ റൂമുകൾ, NDRF സംഘം എന്നിവ ജില്ലയിൽ സജീവമാണെന്ന് മന്ത്രി പറഞ്ഞു. തദ്ദേശ സ്ഥാപന തലത്തിൽ സ്വീകരിച്ചിട്ടുള്ള മുൻകരുതലുകളും മന്ത്രി വിലയിരുത്തി. ജനങ്ങൾക്കും യാത്രക്കാർക്കും ഭീഷണിയാകും വിധം സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകളിൽ നിൽക്കുന്ന അപകടകരമായ മരങ്ങളും ചില്ലകളും അടിയന്തരമായി മുറിച്ചു മാറ്റണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. ജില്ലയിൽ മഴക്കാല രോഗങ്ങൾ ഇപ്പോൾ ഭീഷണിയായി നിൽക്കുന്ന എലിപ്പനിയെ പ്രതിരോധിക്കുവാൻ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ഡെങ്കി, മഞ്ഞപ്പിത്തം, മഴക്കാലത്ത് പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ എന്നിവയ്ക്കെതിരെ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും ആവശ്യമായ മരുന്നുകളും ഉപകരണങ്ങളും സജ്ജമാണെന്നും DMO പറഞ്ഞു. ജില്ലയിലെ എല്ലാ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലും ആവശ്യമായ മരുന്നുകളും പ്രതിരോധ ഉപകരണങ്ങളും പൂർണ്ണതോതിൽ സജ്ജമാണെന്നും DMO യോഗത്തെ അറിയിച്ചു. പട്ടാപ്പകൽ മസ്ജിദിൽ വൻ കവർച്ച. മലപ്പുറം തിരുനാവായ സലഫി മസ്ജിദിലാണ് സംഭവം. ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന 3.25 ലക്ഷം രൂപ കവർന്നു. മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്.
ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന 3.25 ലക്ഷം രൂപ കവർന്നു. മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ജീവനക്കാരുടെ ശമ്പളത്തിനും മറ്റുമായി സൂക്ഷിച്ചിരുന്ന പണമാണ് നഷ്ടമായത്. തിരുനാവായ തൃപ്രങ്ങോട് പഞ്ചായത്തുകളിലെ വിവിധ മസ്ജിദുകളിലും ഇതേ ദിവസം മോഷണ ശ്രമമുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 7-നാണ് മോഷണം. ഇന്നലെയാണ് CCTV ദൃശ്യങ്ങൾ പുറത്തുവരുന്നത്. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് യോഗം ചേർന്നു. നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ജനപ്രതിനിധികൾ, വിവിധ സ്കൂളുകൾ, കോളേജുകൾ, സന്നദ്ധ സംഘടനകൾ, കുടുംബശ്രീ, ഉന്നതികളിലെ പ്രൊമോട്ടർമാർ തുടങ്ങിയവരെ വിളിച്ച് ചേർത്താണ് വിപുലമായ യോഗം സംഘടിപ്പിച്ചത്. 200-ലധികം ആളുകൾ പങ്കെടുത്ത പരിപാടിയിൽ തൂഫാനുമായി ബന്ധപ്പെട്ട് വിശദമായ ഓറിയന്റേഷൻ നൽകി. തുടർന്ന് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ, ക്യാമ്പയിൻ തുടങ്ങിയവ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നതിനായി കമ്മിറ്റി രൂപീകരിച്ച് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി. ലഹരി വ്യാപനം തടയുന്നതിനായി സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കി വരുന്ന ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നിരവധി മയക്കുമരുന്ന് കേസുകളിൽ ഉൾപ്പെട്ട മമ്പാട് ഓടായിക്കൽ സ്വദേശി മേത്തലയിൽ സുഹൈബിനെ കാപ്പ ചുമത്തി 6 മാസത്തേക്ക് ജയിലിലടച്ചു. പിടികൂടിയ സമയത്ത് ഇയാളുടെ കൈവശം 0.4 ഗ്രാം MDMA ഉണ്ടായിരുന്നു. സുഹൈബ് രാസലഹരി വിൽപ്പന നടത്തുന്നുണ്ട് എന്ന രഹസ്യ വിവരത്തെ തുടർന്ന് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ സുഹൈബിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ മെത്തഫെറ്റമിനും ഹാഷിഷ് ഓയിലും പിടികൂടിയിരുന്നു. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി വീണ്ടും ലഹരി വിൽപ്പന നടത്തിവരവെ 42 ഗ്രാം MDMAയുമായി മഞ്ചേരി പോലീസിന്റെ പിടിയിലായി. 2 ആഴ്ച മുൻപാണ് ജാമ്യത്തിലിറങ്ങിയത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ IPS നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം ജില്ലാ കളക്ടറുടെ ഉത്തരവ് പ്രകാരമാണ് പ്രതിയെ കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്തത്. കൂടാതെ നിരവധി മണൽക്കടത്ത് കേസിലും പ്രതിയാണ് സുഹൈബ്. പ്രതിയെ വിയ്യൂർ ജയിലിലേക്ക് അയച്ചു. ലഹരി ഇടപാടുകൾ നടത്തുന്നവർക്കെതിരെ വരും നാളുകളിലും ശക്തമായ നടപടി തുടരും. ഇൻസ്പെക്ടർ ബിനു BS, SI ജാബിർ CP, ASI സുനിത, CPO ജിതിൻ, ഡാൻസ് അംഗങ്ങളായ സുനിൽ മമ്പാട്, നിബിൻ ദാസ് T, ജിയോ ജേക്കബ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. മമ്പാട് പഞ്ചായത്തിലെ നെടുഞ്ചേരി മലവാരത്തിൽ പരുന്തൻമലയിൽ വിള്ളൽ. മമ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷമീന കഞ്ഞിലാലിയുടെ നേതൃത്വത്തിൽ പരുന്തൻമല സന്ദർശിച്ചു. വൈസ് പ്രസിഡന്റ് നിഷാദ് പാലോളി, വാർഡ് മെമ്പർമാരായ രജീഷ് ഊട്ടുപുത്ത്, രാജേഷ് വീട്ടിക്കുന്ന്, ജില്ലാ ജിയോളജിസ്റ്റ് റീന നാരായണൻ PK, അമൃത V, ഓഫീസർമാരായ അജിൽ പ്രകാശ്, പ്രവീൺ കുര്യൻ തോമസ്, നിധിൻ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സുരേഷ്, SFO ശരത് ബാബു, വാച്ചർമാരായ മനു കുമാർ, ബബിൻ, പ്രദേശവാസി ബിജി കെടുപ്പൻപുരേണം എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. സ്ഥിതി വളരെ ഗുരുതരമാണെന്നും റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ വിവരം അറിയിച്ചിട്ടുണ്ടെന്നും ആവശ്യം വന്നാൽ മലയടിവാരത്ത് താമസിക്കുന്നവരെ മാറ്റി താമസിപ്പിക്കുവാനുള്ള സൗകര്യം പഞ്ചായത്ത് ഒരുക്കുമെന്നും പ്രസിഡന്റ് അറിയിച്ചു. പള്ളിയിലേക്ക് നമസ്കാരത്തിന് റോഡ് മുറിച്ചു കടന്ന കാൽനടയാത്രക്കാരൻ ലോറി തട്ടി മരിച്ചു. നിലമ്പൂർ തെരുവത്തുകുന്ന് സ്വദേശി കളറിക്കാട്ടിൽ മജീദാണ് മരണപ്പെട്ടത്. നിലമ്പൂർ ടൗണിൽ പഴയ ബസ് സ്റ്റാൻഡിന് സമീപം സീബ്ര ലൈനിൽ കൂടി റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന ആളെയാണ് പച്ചക്കറിയുമായി വരികയായിരുന്ന ലോറി തട്ടിത്തെറിപ്പിച്ചത്. ആള് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു. മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. നിയന്ത്രണം വിട്ട ബൈക്ക് റോഡിൽ മറിഞ്ഞ അപകടം. എതിരെ വന്ന വാഹനങ്ങൾക്കിടയിൽപ്പെടാതെ ബൈക്ക് ഓടിച്ചിരുന്ന യാത്രികൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പാണ്ടിക്കാട് കൊടശ്ശേരിയിലാണ് സംഭവം. കൊടശ്ശേരിയിലെ അപകടകരമായ വളവിൽ വെച്ചാണ് ബൈക്കിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടത്. റോഡിലെ വളവ് തിരിയുന്നതിനിടെ ബൈക്ക് മറിയുകയും വേഗതയിലായിരുന്നതിനാൽ ബൈക്കും യാത്രികനും ഏറെ ദൂരം റോഡിലൂടെ നിറങ്ങി നീങ്ങുകയുമായിരുന്നു. ഈ സമയം എതിരെ മറ്റൊരു ലോറിയെ ഓവർടേക്ക് ചെയ്ത് വരികയായിരുന്ന വലിയ ലോറിക്ക് അടിയിലേക്ക് ഇയാൾ ചെന്നുപെട്ടെങ്കിലും ലോറിയുടെ അടിയിൽ കുടുങ്ങാതെ തലനാരിഴയ്ക്കാണ് ഇയാളും ബൈക്കും രക്ഷപ്പെട്ടത്. എതിരെ വന്ന വാഹനങ്ങളുടെ ഡ്രൈവർമാർ സമയോചിതമായി വെട്ടിച്ചത് വലിയൊരു ദുരന്തം ഒഴിവാക്കുവാൻ കാരണമായി. ലോക പരിസ്ഥിതി ദിന ക്യാമ്പയിന്റെ ഭാഗമായി നിലമ്പൂർ നഗരസഭ സംഘടിപ്പിച്ച ഖരമാലിന്യ പരിപാലന ചട്ടം നല്ല 4 വർത്തമാനം പരിപാടി സമാപിച്ചു. PV അബ്ദുൽ വഹാബ് MP ഉദ്ഘാടനം ചെയ്തു. നമ്മൾ വളരെയധികം ഒഴിവാക്കിയിട്ടിരുന്ന പരിപാടിയായിരുന്നു. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം അന്ന് തലയെ കത്തുമ്പോൾ മലയെ കത്തലുന്ന നാട്ടം പറച്ചിലുണ്ട് എന്നമായിരുന്നു. സ്വന്തം വീട്ടിലെ മറ്റു പ്രശ്നങ്ങൾ ഇല്ലാതെ നമ്മൾ പരിസ്ഥിതി കാര്യങ്ങളൊക്കെ മാത്രം വലിയ ബോധവാന്മാരാകേണ്ട കാര്യമില്ല എന്നൊക്കെ ചിന്തിച്ച കാലം മാറി. ഇപ്പോൾ എല്ലാവർക്കും ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇത് സംരക്ഷിക്കട്ടെ, ഇത് സംരക്ഷിക്കണം എന്നുള്ള ബോധം മാത്രമല്ല, അവബോധം മാത്രമല്ല, അത്യാവശ്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നലെ പത്രത്തിൽ നോക്കിയാൽ എന്തൊക്കെ അസുഖങ്ങളാണ് പ്രത്യേകിച്ച് ഈ മഴ വരുന്ന സമയത്ത് ഇവിടെ മുമ്പൊന്നും ഇല്ലാത്ത വിധം അസുഖങ്ങളും പകർച്ചവ്യാധികളും
പല പല പുതിയ പേരുകളും ഷിഗല്ല, നിപ്പ തുടങ്ങി നമുക്ക് മുമ്പ് കേൾക്കാത്ത പല പേരുകളൊക്കെ കേൾക്കുകയാണ്. നമ്മൾ ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ ചുറ്റുപാടും ശരിയാക്കണം. ലോക പരിസ്ഥിതി ദിന ക്യാമ്പയിന്റെ ഭാഗമായി നിലമ്പൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ ജൂൺ 5 മുതൽ വിവിധ പരിപാടികളാണ് നടത്തിയത്. പരിസ്ഥിതി സംരക്ഷണം ബാധ്യതയാണെന്ന് നാം തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കുവാൻ നമ്മുടെ മനോഭാവത്തിൽ ഇനിയും മാറ്റം വരേണ്ടതുണ്ടെന്ന് MP പറഞ്ഞു. നഗരസഭാ അധ്യക്ഷ പത്മിനി ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. നിലമ്പൂർ നോർത്ത് DFO ധനേഷ് കുമാർ, ശുചിത്വ അംബാസിഡർ RK മലയത്ത്, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ മുസ്തഫ കളത്തുംപടിക്കൽ, മേരീസ് ഷിബു, സ്മിത മോൾ, കൗൺസിലർമാരായ അടുക്കത്ത് ഇസ്ഹാഖ്, AT ഫ്രാൻസിസ്, റസിയ അള്ളമ്പാടം, PT കുഞ്ഞു മുഹമ്മദ്, PK ഉമ്മർ, ശാലിനി, വിജയലക്ഷ്മി, ക്ലീൻ സിറ്റി മാനേജർ മൻസൂർ കാരാട്ടുചാലിൽ, HI സലീം, JHI വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഫുട്ബോൾ ലോകകപ്പ് ആവേശം. DYFI നിലമ്പൂർ ടൗൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗോൾ വണ്ടി സംഘടിപ്പിച്ചു. DYFI ജില്ലാ ജോയിന്റ് സെക്രട്ടറി NM ഷഫീഖ് ഉദ്ഘാടനം ചെയ്തു. ദീപക് സ്വാഗതം പറഞ്ഞു. പ്രജിത്ത്, കിരൺ ദാസ് എന്നിവർ നേതൃത്വം നൽകി. ഗോൾ അടിച്ചവർക്ക് ടീഷർട്ട് സമ്മാനം നൽകി. പ്രവചന മത്സരവും സംഘടിപ്പിച്ചു. ലോകകപ്പ് ആവേശം അംഗനവാടികളിലും. നിലമ്പൂർ ചെലശ്ശേരിക്കുന്ന് ഹൈടെക് അംഗനവാടിയിൽ കുരുന്നുകൾ ഇഷ്ട ടീമിന്റെ ജേഴ്സി അണിഞ്ഞാണ് എത്തിയത്. അംഗനവാടി പരിസരം വിവിധ രാജ്യങ്ങളുടെ പതാകകളാൽ അലങ്കരിച്ചു. കുട്ടികളുടെ ഗോളടി മത്സരം നടത്തി. എല്ലാവർക്കും പന്തും മധുരവും സമ്മാനമായി നൽകി. അധ്യാപിക KT സുഹറ, M ജയകുമാരി, അംഗനവാടി ലെവൽ മോണിറ്ററിംഗ് ആൻഡ് സപ്പോർട്ടിംഗ് കമ്മിറ്റി അംഗം P രേഷ്മ, വിജിഷ സുരേഷ്, ദീപ്തി നിധിൻ, അനുശ്രീ നിഖിൽ, അരുണിമ അജീഷ്, ദിവ്യ അനീഷ് എന്നിവർ നേതൃത്വം നൽകി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.